അൽമദീന ആപ്ലിക്കേഷൻ വഴി നമ്മൾ പ്രഭാഷണ മാറ്ററുകൾ ധാരാളം ക്രോഡീകരിച്ചിട്ടുണ്ടാകും. ഇത്തരം മാറ്ററുകളെ നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ച് ഓരോരോ ഭാഗങ്ങളായി അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങളായിട്ട് ഫോൾഡറുകളാക്കി എങ്ങനെ സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു വിഷയം വരുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ വീണ്ടും വീണ്ടും അത് സെർച്ച് ചെയ്യാതെ തന്നെ ആ ഒരു ഫോൾഡർ വഴി നമുക്ക് പെട്ടെന്ന് വിഷയം കണ്ടെത്താനും അത് അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ബുക്ക് കീപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ആഡ് ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ഉദാഹരണമായിട്ട് കുടുംബജീവിതം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് മാറ്ററുകൾ ക്രോഡീകരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ആദ്യം ഇവിടെ കുടുംബജീവിതം എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ പുസ്തകത്തിലേക്ക് തിരിച്ചു വരുന്നു. പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് 6-ാം ഭാഗത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ധാരാളം മാറ്ററുകളുണ്ട്. അതിലൊരു പ്രത്യേക മാറ്റർ എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നിക്കാഹ് എന്നുള്ള ഈ ഒരു പേജ് എനിക്ക് സേവ് ചെയ്ത് വെക്കണം, എൻ്റെ പ്രഭാഷണത്തിൽ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സേവ് ടു കീപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ച കുടുംബജീവിതം എന്ന ഫോൾഡർ ഇവിടെ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഫോൾഡറിലേക്ക് ഞാൻ ഈ ഒരു പേജ് സേവ് ചെയ്യുകയാണ്. പേജ് സേവ് ചെയ്യുമ്പോൾ ഇവിടെ പേജ് 228 എന്നാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന പേര്. ഇനി അതല്ല, ആ ഒരു 228-ാമത്തെ പേജിലുള്ള വിഷയം എന്താണെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിക്കാഹ് എന്ന് എഴുതി കൊടുക്കുന്നു. അങ്ങനെ എഴുതി കൊടുത്തിട്ട് നേരെ സേവ് ടു കീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് അവിടെ സേവായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെയും കുറച്ച് വിഷയങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. പ്രധാനമായിട്ട് 331-ാമത്തെ പേജ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ കാണാൻ കഴിയും. എൻ്റെ പ്രസംഗത്തിൽ എനിക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ 331-ാമത്തെ പേജിലെത്തിയിട്ട് അവിടെ സേവ് ടു കീപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുടുംബജീവിതം എന്ന ഫോൾഡർ വരുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു പേജ് സേവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ കുടുംബജീവിതം എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഇവിടെ 231 എന്നുള്ള പേജ് നമ്പറാണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഞാൻ ആയിഷ ബീവിക്ക് നൽകിയ ഉപദേശങ്ങൾ എന്ന് എഴുതി കൊടുക്കുന്നു. അങ്ങനെ എഴുതി കൊടുത്ത ശേഷം ഞാൻ സേവ് ടു കീപ്പ് എന്ന് കൊടുക്കുന്നു. അതോടെ ഈ ഒരു പേജും ആ ഒരു കുടുംബജീവിതം എന്ന പ്രഭാഷണ മെറ്ററുകളിലേക്ക് സേവ് ആകുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള എത്രയും പേജുകൾ, നമുക്ക് പ്രഭാഷണത്തിൽ ഉപയോഗിക്കേണ്ട മാറ്ററുകൾ കണ്ടെത്തിയിട്ട് ആ പേജുകളെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മൾ പ്രഭാഷണ സമയത്ത് ചെയ്യേണ്ടത്, നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബജീവിതം എന്ന ഫോൾഡർ ഇവിടെ കാണാം. അവിടെ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേജുകളും അതിൻ്റെ ടൈറ്റിലുകളും കാണാൻ കഴിയും. ഓരോ വിഷയങ്ങളും, നിക്കാഹ് ഇവിടെ കാണുന്നുണ്ട്, ആയിഷ ബീവിക്ക് നൽകിയ ഉപദേശങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പ്രഭാഷണ സമയത്ത് പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാനും അവതരിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ ഏതെല്ലാം പ്രഭാഷണ വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുന്നുണ്ടോ അതെല്ലാം വ്യത്യസ്തങ്ങളായ ഫോൾഡറുകളാക്കി സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് ഭാവിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങൾ ഒരു റിസ്ക്കും ഇല്ലാതെ കണ്ടെത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇനി ഈ ആപ്ലിക്കേഷനിലെ മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഈ പുസ്തകത്തിൽ ഇല്ലാത്ത വിഷയങ്ങൾ ഒരുപക്ഷെ കിതാബുകളിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്നതോ അതല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ മറ്റൊക്കെ ഓരോ സമയത്തും നമുക്ക് കിട്ടുന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാകും. നല്ല കിതാബിൻ്റെ ഈ വാർത്തകളും നല്ല കാതലായ വിഷയങ്ങളും വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് മുഹറം വരികയാണ്. മുഹറത്തെക്കുറിച്ച് നല്ല ഒരു ലേഖനം അതല്ലെങ്കിൽ നല്ല കാതലായ വിഷയം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ഈ പുസ്തകത്തിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പുസ്തകം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുഹറത്തിൻ്റെ അധ്യായത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ആഡ് നോട്ട്സ് എന്നൊരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് അല്ലെങ്കിൽ കിതാബുകളിൽ നിന്ന് കണ്ടെത്തിയ ഭാഗം ഇവിടെ എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് വാട്സാപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മാറ്റർ ഞാനിവിടെ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തിട്ട് ആഡ് നോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഷയം ഈ ഒരു പേജിലേക്ക് സേവ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്കത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച ആ വിഷയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമുക്ക് നമ്മുടെ പിന്നീടുള്ള പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ വായനകളിലൊക്കെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇത്തരം നിരവധി ഫീച്ചറുകളുള്ള വളരെ പ്രഭാഷകർക്കും വായനക്കാർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് അൽ മദീന ആപ്ലിക്കേഷൻ.